കില ഡയറക്ടറുടെ പ്രായപരിധി 60-ൽ നിന്നും 70-ആക്കാൻ നീക്കം. വിഷയം പ്രധാന അജണ്ടയാക്കിയുള്ള കിലയുടെ നിർണായക ഗവേണിംഗ് കൌൺസിൽ ഇന്ന് തിരുവനന്തപുരത്ത് നടക്കും. കില ബൈലോയിലെ നിബന്ധനകളും ഹൈക്കോടതി വിധിയും മറികടന്നാണ് പ്രായപരിധി കൂട്ടാൻ നീക്കം നടക്കുന്നത്. UDF സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം കോടതി വിധി മറികടന്ന് പ്രായപരിധി ഉയർത്താനുള്ള നീക്കമാണ് നടക്കുന്നത് എന്നാണ് ആരോപണം. വിവരങ്ങളുമായി ലെവിൻ കെ വിജയൻ ചേരുകയാണ്. ലെവിൻ, ഇതിപ്പോൾ 60-ൽ നിന്ന് 70-ആക്കി മാറ്റുക എന്ന് പറയുന്നത് എന്തെങ്കിലും താല്പര്യങ്ങളുടെ പുറത്താണോ? എന്താണ് മറ്റ് വിശദാംശങ്ങൾ? 2023 അന്നത്തെ ആലത്തൂർ MP ആയിരുന്ന രമ്യ ഹരിദാസ് കിലയുടെ ഡയറക്ടർ ജനറലിന്റെ പ്രായപരിധി കൂട്ടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതിയിൽ ഒരു നിയമവ്യവഹാരത്തിന് പോയത്. ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് അന്നത്തെ കില ഡയറക്ടറായിരുന്ന ഡോക്ടർ ജോയ് ഇളമണ്ണിനെ നീക്കം ചെയ്യണമെന്ന് സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു രമ്യ കോടതിയെ സമീപിച്ചത്. എന്നാൽ ആ കോടതി ഉത്തരവ് രമ്യയ്ക്ക് അനുകൂലമാവുകയും പിന്നീട് ജോയ് ഇളമണ്ണിനെ നീക്കം ചെയ്യുകയും ഒക്കെ ഉണ്ടായി. ഇതിനെല്ലാം പ്രധാനപ്പെട്ട കാരണമായി ഉണ്ടായിരുന്നത് കിലയുടെ ഡയറക്ടർ ജനറലിന്റെ പ്രായം 60-ആയി നിശ്ചയിച്ചിട്ടുള്ളതാണ്. ആ നിശ്ചയിച്ചിട്ടുള്ള പ്രായപരിധിയെ മറികടന്നുകൊണ്ട് കഴിഞ്ഞ സർക്കാർ അദ്ദേഹത്തിന് ഇളവുകൾ അനുവദിച്ചുകൊണ്ട് കാലാവധി നീട്ടി നൽകാനുള്ള ശ്രമം നടത്തി. ഇതിനെതിരെയാണ് വലിയ പ്രതിഷേധമുണ്ടാവുകയും കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അന്ന് രമ്യ ഹരിദാസിന്റെയും മറ്റ് കോൺഗ്രസിന്റെ നേതാക്കളുടെയും കില ഗവേണിംഗ് കൗൺസിൽ കോൺഗ്രസ് പ്രതിനിധികളായിരുന്ന ആളുകളുടെയും ഒക്കെ നേതൃത്വത്തിൽ പ്രതിഷേധമുണ്ടാകുന്നതും കോടതിയെ സമീപിക്കുന്നതും ഒപ്പം അനുകൂല ഉത്തരവ് വാങ്ങുന്നതുമെല്ലാം. പക്ഷേ ഇത്തവണ വീണ്ടും ഭരണം മാറുകയും പുതിയ UDF സർക്കാർ അധികാരത്തിലെത്തുകയും കിലയുടെ ചുമതലകളിലേക്ക് തങ്ങൾക്ക് താല്പര്യമുള്ള ആളുകളെ നിയമിക്കാനുള്ള നീക്കം നടക്കുകയും ചെയ്യുന്നതിനിടയിലാണ് നിലവിൽ നിശ്ചയിച്ചിട്ടുള്ള പ്രായപരിധി 60-ൽ നിന്നും 70-ആക്കാനുള്ള നീക്കം നടക്കുന്നതായി ഇതിനോടകം തന്നെ ആരോപണം ഉയർന്നിരിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി KM ഷാജിയുടെ നേതൃത്വത്തിൽ ഇന്ന് തിരുവനന്തപുരത്ത് കിലയുടെ ഗവേണിംഗ് കൗൺസിൽ യോഗം ചേരുന്നുണ്ട്. ഈ യോഗത്തിലെ പ്രധാനപ്പെട്ട അജണ്ടയായി ഈ വിഷയമാണ് ഉന്നയിക്കപ്പെടുക എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. പ്രായപരിധി 60-ൽ നിന്നും 70-ലേക്ക് മാറ്റുമ്പോൾ തങ്ങളുടെ ഇഷ്ടക്കാരായിട്ടുള്ള ആളുകളെ നിലനിർത്താൻ കഴിയുമെന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ ഇത്തരത്തിലുള്ള നീക്കം നടന്നപ്പോൾ ഹൈക്കോടതി വിധിയും അതോടൊപ്പം തന്നെ കിലയുടെ HR പോളിസിയും അനുസരിച്ചുകൊണ്ടുള്ള മാറ്റങ്ങളാണ് ഉണ്ടാവേണ്ടത്. സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് പുതിയ ഡയറക്ടർ ജനറലിനെ കണ്ടെത്തേണ്ടതിന് പകരം രാഷ്ട്രീയ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ കിലയുടെ നിർണായക ഗവേണിംഗ് കൗൺസിൽ ഇന്ന് തിരുവനന്തപുരത്ത് നടക്കുകയാണ്. വിവരങ്ങളാണ് ലെവിൻ കെ വിജയൻ നൽകിയത്.